കണ്ണപുരം റിജിത്ത് വധക്കേസിൽ എല്ലാ പ്രതികൾക്കും ജീവപര്യന്തം. RSS BJP പ്രവർത്തകരായ 9 പേരാണ് കേസിലെ പ്രതികൾ. 2005 ഒക്ടോബർ 3-നാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകൻ റിജിത്ത് കൊല്ലപ്പെട്ടത്. വിശദാംശങ്ങളുമായി ഷബന സിയാദുണ്ട്. ഷബന, 19 വർഷങ്ങൾക്ക് ശേഷമാണ് കുടുംബത്തിന് ഇത്തരത്തിൽ ഒരു വിധി ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ഈ വിധിയെ നോക്കിക്കാണുന്നത്? ആതിര, CPM കണ്ണപുരം ചൂണ്ട ബ്രാഞ്ച് അംഗമായിരുന്ന റിജിത്ത് ശങ്കറിനെ, 25 വയസ്സുള്ള റിജിത്ത് ശങ്കറിനെയാണ് കൊലപ്പെടുത്തിയ കേസിൽ ഇപ്പോൾ എല്ലാ പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ച് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി റൂബി കെ ജോസ് വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. RSS BJP പ്രവർത്തകരായ 9 പേരാണ് കുറ്റക്കാരെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നത്. ഈ കേസിൽ 10 പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ 3-ാം പ്രതി കണ്ണപുരം ചൂണ്ടയിലെ അജേഷ് വാഹനാപകടത്തിൽ മരിച്ചിരുന്നു. മറ്റ് 9 പ്രതികൾക്കാണ് ഇപ്പോൾ കോടതി ശിക്ഷ വിധിച്ചിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ 2005 ഒക്ടോബർ 3-നാണ് രാത്രി 7:45 കണ്ണപുരം ചൂണ്ട തച്ചങ്കണ്ടിയൽ ക്ഷേത്രത്തിനടുത്ത് വെച്ച് RSS ആക്രമണത്തിനാണ് റിജിത്ത് കൊല്ലപ്പെടുന്നത്. ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്ന KV നികേഷ്, അതുപോലെ RS വികാസ്, KN വിമൽ എന്നിവർക്കും ഈ അക്രമത്തിൽ പരിക്കേറ്റിരുന്നു. വീട്ടിലേക്ക് നടന്നു പോകുമ്പോഴായിരുന്നു ഇത്തരത്തിലൊരു അക്രമം. കൂട്ടം കൂടി സംഘം ചേർന്ന് RSS BJP പ്രവർത്തകർ കുത്തി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കുത്തേറ്റ് റിജിത്തിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പെട്ടെന്ന് തന്നെ മരണപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് 2006 പോലീസ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ച കേസാണിത്. CI അന്വേഷിച്ച കേസിൽ വാക്കത്തി, അതുപോലെ കടാര, വടിവാള്, സ്റ്റീൽ പൈപ്പുകൾ എന്നിവ ഉപയോഗിച്ചാണ് കൊലപ്പെടുത്തിയത് എന്ന് കണ്ടെത്തിയിരുന്നു. അതോടൊപ്പം ചോര പുരണ്ട ആയുധങ്ങളും പ്രതികളുടെ വസ്ത്രങ്ങളും പോലീസ് കണ്ടെത്തിയിരുന്നു. കുറ്റപത്രം സമർപ്പിച്ച് പിന്നീട് ഈ കേസിൽ വിചാരണ ആരംഭിക്കുകയായിരുന്നു. കേസിൽ 28 സാക്ഷികളെയാണ് പ്രോസിക്യൂഷൻ വിസ്തരിച്ചത്. 59 രേഖകളും 50 തൊണ്ടിമുതലുകളും അടയാളപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി BP ശശീന്ദ്രനാണ് സർക്കാർ നിയമിച്ചത്. അദ്ദേഹം ഈ കേസിൽ കൃത്യമായ വാദം നടത്തുകയും ഈ പ്രതികൾക്ക് ഇപ്പോൾ ഏതെങ്കിലും 9 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ കോടതിയിൽ നിന്ന് വാങ്ങി നൽകുകയും ചെയ്തിരിക്കുന്നു. കോടതി ഏതായാലും ഈ പ്രതികൾക്ക് തക്കതായ ശിക്ഷ തന്നെ നൽകിയിരിക്കുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ കൊലപാതകം, അതായത് IPC 302, വധശ്രമം 307, അന്യായമായി സംഘം ചേരൽ 143, സംഘം ചേർന്ന് ലഹളയുണ്ടാക്കൽ 147, തടഞ്ഞു വെക്കൽ 341, ആയുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കൽ 324 തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് ഇവരെ ശിക്ഷിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസിലെ 1, 2, 4, 5, 6, 10 പ്രതികൾ ആയുധവുമായി സംഘം ചേർന്ന് കൊലപാതകത്തിന് ശ്രമിച്ചു എന്ന രീതിയിൽ IPC 148, 149 വകുപ്പ് പ്രകാരവും കുറ്റം ചുമത്തിയിരുന്നു. ഈ വകുപ്പുകൾ എല്ലാം തന്നെ ശരിയാണ് എന്ന് കോടതി കണ്ടെത്തുകയും പോലീസിന്റെ അന്വേഷണത്തിൽ കൃത്യമായ തെളിവുകൾ കണ്ടെത്തി എന്ന് കണ്ട് 9 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയും ചെയ്തു. ഈ 9 പ്രതികൾ ജീവപര്യന്തം ശിക്ഷയ്ക്ക് അർഹരായ അല്ലെങ്കിൽ ശിക്ഷ വിധിച്ച 9 പ്രതികൾ ഇവരാണ്. കണ്ണപുരം ചുണ്ട സ്വദേശികളായ വയക്കോടൻ വീട്ടിൽ സുധാകരൻ, 57 വയസ്സുള്ള സുധാകരൻ, അതോടൊപ്പം തന്നെ കോലിത്തലത്താഴെ വീട്ടിൽ ജയേഷ്, 41 വയസ്സ്, ചാങ്കുളത്ത് പറമ്പിൽ രഞ്ജിത്ത്, 44 വയസ്സ്, പുതിയപുരയിൽ അജീന്ദ്രൻ, 51 വയസ്സ്, ഇല്ലിക്കപ്പറമ്പിൽ അനിൽകുമാർ, 52, പുതിയപുരയിൽ രാജേഷ്, 46 വയസ്സ്, കണ്ണപുരം ഇടയ്ക്കപ്പുറം സ്വദേശികളായ വടക്കേ വീട്ടിൽ ശ്രീകാന്ത്, 47, സഹോദരനായ ശ്രീജിത്ത്, 43 വയസ്സ്, തെക്കേ വീട്ടിൽ ഭാസ്കരൻ, 67 വയസ്സ്. ഇവരെയാണ് ഇപ്പോൾ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിട്ടുള്ളത്. ഇതിലെ 9-ാം പ്രതി വാഹനാപകടത്തിൽ മരിച്ചിരുന്നു. 10 പേരായിരുന്നു പ്രതി പട്ടികയിൽ ഉണ്ടായിരുന്നത്. പ്രോസിക്യൂഷൻ ഇതിൽ കൃത്യമായ വാദം നടത്തി ഈ പ്രതികൾക്ക് തക്കതായ ശിക്ഷ നൽകണം, വധശിക്ഷ നൽകണം എന്ന രീതിയിൽ നിലപാടെടുത്തിരുന്നു. പ്രതികൾക്ക് സംഘം ചേർന്ന് ആക്രമിക്കുകയായിരുന്നു. ഈ RSS BJP പ്രവർത്തകരാണ് ഇത്തരത്തിൽ ആക്രമിച്ചത്. ഈ പാർട്ടി രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ആക്രമിച്ചു. അതോടൊപ്പം തന്നെ ഈ റിജിത്തിനെ കൊലപ്പെടുത്തുമ്പോൾ തന്നെ ബാക്കി 3 പേർക്ക്, കൂട്ടത്തിലുണ്ടായിരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരായ 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ പരിക്കേറ്റവരുടെ അടക്കമുള്ള മൊഴികൾ, അതോടൊപ്പം തന്നെ സാഹചര്യ തെളിവുകൾ, സയന്റിഫിക് എവിഡൻസുകൾ, ഈ ആയുധങ്ങൾ, കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധങ്ങൾ, രക്തക്കറ പോണ്ട വസ്ത്രങ്ങൾ തുടങ്ങിയ തെളിവുകൾ ഹാജരാക്കിയാണ് പ്രോസിക്യൂഷൻ ഈ കേസിൽ വാദം നടത്തിയിരുന്നത്. ഏതായാലും കോടതി ഇപ്പോൾ 9 പേർക്കും ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ വിധിച്ചിരിക്കുന്നു.
കണ്ണൂർ കണ്ണപുരത്തെ റിജിത്ത് വധക്കേസുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം കോടതി മുഴുവൻ പ്രതികളും കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിരുന്നു. ഈ 9 പ്രതികൾക്കും ജീവപര്യന്തമാണ് കോടതി വിധിച്ചിരിക്കുന്ന ശിക്ഷ. 2005 ഇത്തരത്തിൽ റിജിത്തിനെ കൊലപ്പെടുത്തിയത്. RSS BJP പ്രവർത്തകരാണ് ഈ പ്രതികൾ. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇത്തരത്തിൽ മുഴുവൻ പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ എന്നുള്ള തരത്തിൽ ശിക്ഷാവിധി വരുന്നത്. നിഖിലെ കൂടി ചേരുകയാണ്. നിഖിൽ, നമുക്കറിയാം, നേരത്തെ ഷബന സൂചിപ്പിച്ചതുപോലെ മുഴുവൻ പ്രതികളും കുറ്റക്കാരാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. ഇവർക്കിപ്പോൾ ഇത് പരമാവധി ശിക്ഷയാണ് എന്ന് കരുതുന്നുണ്ട്. അത്തരത്തിലാണോ ഈ വിധിയെ വിലയിരുത്തുന്നത്? അതോടൊപ്പം തന്നെ നമ്മൾ അന്ന് കണ്ടതാണ് ഈ കോടതി ഇവർ കുറ്റക്കാരാണ് എന്ന് വിധിച്ച ആ ഘട്ടത്തിൽ ഈ അമ്മയൊക്കെ വളരെ വൈകാരികമായി പ്രതികരിക്കും നമ്മൾ കണ്ടതാണ്. 19 വർഷമായി കാത്തിരിക്കുന്നതാണ് ഇത്തരം ഒരു നിമിഷത്തിന് വേണ്ടി എന്നൊക്കെയുള്ളത്. ഈ കുടുംബം ഇത്തരം ഈ വിധിയിൽ തൃപ്തരാണോ? ആതിര, തീർച്ചയായും നമുക്ക് കുടുംബത്തിൻ്റെ പ്രതികരണം അല്പസമയത്തിനകം തന്നെ ലഭിക്കും. പക്ഷേ കുടുംബം പറയുന്നത് വധശിക്ഷ ലഭിക്കണമെന്നാണ് തങ്ങളുടെ ആഗ്രഹമെന്നായിരുന്നു അവർ കഴിഞ്ഞ ദിവസവും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതായാലും 2005 ഒക്ടോബർ 3 ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്ന റിജിത്തിനെ, കണ്ണപുരത്തെ റിജിത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ 9 പ്രതികൾക്കും ഇപ്പോൾ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി 3 ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ആ പ്രതികൾ VV സുധാകരൻ, കൂത്തില താഴെ വീട്ടിൽ ജയേഷ്, CP രഞ്ജിത്ത്, PP അജീന്ദ്രൻ, IV അനിൽകുമാർ, രാജേഷ് PP, VV ശ്രീകാന്ത്, VV ശ്രീജിത്ത്, TV ഭാസ്കരൻ എന്നിവർക്കാണ് ഇത്തരത്തിൽ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ വധശ്രമ കേസിൽ ഇവർക്ക് 10 വർഷം തടവ് കൂടി ഉണ്ട് എന്നുകൂടി കോടതി ആ വിധിയുടെ ഭാഗമായി പറഞ്ഞിട്ടുണ്ട്. പ്രതികൾക്ക് പിഴയും വിധിച്ചിട്ടുണ്ട്. അത് എത്രയാണ് എന്ന കാര്യത്തിൽ ഈ വിധിയുടെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം ലഭ്യമാക്കാൻ സാധിക്കും. ഏതായാലും നമുക്ക് ഒരുപക്ഷെ ആ കുടുംബത്തിൻ്റെ പ്രതികരണത്തിലേക്ക് കൂടി പോകാം എന്ന് കരുതുന്നു. റിജിത്തിൻ്റെ അമ്മയുടെ പ്രതികരണത്തിലേക്ക് കൂടി പോകാം എന്നാണ് കരുതുന്നത്. ഏതായാലും കുടുംബം നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് വധശിക്ഷ തന്നെ കാത്തിരിക്കേണ്ടി വന്നു. 19 വർഷം 3 മാസവും ഈ ശിക്ഷ നടപ്പിലാക്കാനും ശിക്ഷ കിട്ടാനും വേണ്ടിയിട്ട് അതിനുവേണ്ടി കാത്തിരുന്ന അവൻ്റെ അച്ഛനിൽ നിന്ന് ലോകം വിടുന്നിട്ട് 2 വർഷം കഴിഞ്ഞു. എങ്കിലും അല്പം ആശ്വാസം എന്ന് പറയാം. അതെ, വധശിക്ഷ തന്നെയാണ് പ്രതീക്ഷിച്ചത്. ഒരിക്കലും അവർ പുറത്ത് വരാൻ പാടില്ല. അവിടുന്ന് തന്നെ അവരുടെ ജീവിതം തീരണം. അതാണ് എനിക്ക് വേണ്ടത്. എൻ്റെ കണ്ണിൽ നിന്ന് ഒഴുകിയ വെള്ളത്തിന് എൻ്റെ മനസ്സിൻ്റെ തകർച്ച എല്ലാ അമ്മമാർക്കും അനുഭവിക്കാൻ ഇടവരട്ടെ. ഇതിനു വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും കൊലക്കത്തി എടുക്കാനും പാടില്ല, കൊല ചെയ്യാനും പാടില്ല. എല്ലാ രാഷ്ട്രീയക്കാർക്കും ഇതൊരു പാഠമാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് നഷ്ടപ്പെട്ട് തിരിച്ചു കിട്ടൂലല്ലോ. അത് തിരിച്ചു കിട്ടിയെങ്കിലല്ലേ എനിക്ക് ആശ്വസിക്കാം, അവനെ കണ്ടു സന്തോഷിക്കാൻ കഴിയുള്ളൂ. അതൊരിക്കലും കിട്ടൂലല്ലോ. പിന്നെ എങ്ങനെ ഞാൻ സന്തോഷിക്കുക? എങ്കിലും അതിപ്പോൾ ആശ്വാസം ഉണ്ടെന്ന് പറയാം. ഇതിനു വേണ്ടി പ്രവർത്തിച്ച അഡ്വക്കറ്റോടും ന്യായത്തിനോടും ഞാൻ 1000 നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ പാർട്ടിക്കാരോടും നാട്ടുകാരോടും അവരുടെ സുഹൃത്തുക്കളോടും എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുന്നു. ചെറിയ സന്തോഷമുണ്ട്. എന്നാലും ചെറിയ സന്തോഷമുണ്ട്. എന്നാലും 12 വർഷം കഴിഞ്ഞാൽ ഇവർ പുറത്തിറങ്ങുന്നല്ലേ ചെയ്യുക. ആർക്കും തൂക്കുകയൊന്നും കിട്ടിയിട്ടില്ലല്ലോ. ആരും നിരാശയില്ല. എനിക്ക് ഈ നിരാശയുണ്ട്. 12 കൊല്ലം കഴിഞ്ഞാൽ ഇവർ പുറത്തന്നെയല്ലേ ഇറങ്ങുക. വധശിക്ഷയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. ആർക്കും അത് കിട്ടണം തന്നെയാണെന്ന് ആഗ്രഹം. ഒരമ്മക്കും ഒരു പങ്ങൾക്കും ഈ ഗതി ഉണ്ടാവാൻ പാടില്ല ഇനി ഒരിക്കലും. തീരുമാനിച്ചില്ല. ഞാൻ സന്തോഷം എല്ലാവർക്കും, പാർട്ടിയോടും എല്ലാവരോടും തന്നെ രേഖപ്പെടുത്തുന്നു. ആതിര, റിജിത്തിൻ്റെ അമ്മയും സഹോദരിയുമാണ് പ്രതികരിച്ചത്. റിജിത്തിൻ്റെ അമ്മ പറയുന്നത് തനിക്ക് നഷ്ടമായത് എന്തായാലും തിരിച്ചു കിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ സന്തോഷിക്കാൻ പറ്റില്ല. പക്ഷെ ആശ്വാസമാണ് ഈ വിധിയിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് പറയുന്നത്. നിഖിൽ തുടരുക. ഇപ്പോൾ വി വസീഫ് ഉണ്ട് നമ്മോടൊപ്പം ഈ ഘട്ടത്തിൽ പ്രതികരിക്കാനായിട്ട്. ശ്രീ വസീഫ്, ഈ ശിക്ഷാവിധി അറിഞ്ഞു കാണും
എന്ന് കരുതുന്നു, വാർത്ത ശ്രദ്ധയിൽപ്പെട്ട് കാണും എന്ന് കരുതുന്നു. 19 വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു വിധി. ജീവപര്യന്തമാണ് വിധി ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് ഈ വിധിയെ കാണുന്നത്? തീർച്ചയായിട്ടും വിധിയെ ഞങ്ങൾ ഡിവൈഎഫ്ഐ എന്നുള്ള സ്വാഗതം ചെയ്യുകയാണ്. ഡിവൈഎഫ്ഐ സഖാവ് വളരെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടതായിരുന്നു RSSകാരൻ. ആ വിധി വൈകിയാണെങ്കിലും ഇപ്പോൾ വന്നതിൽ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം വളരെ പ്രയാസത്തോടു കൂടി അവരുടെ കുടുംബവും അവിടുത്തെ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചിരുന്ന പാർട്ടി സഖാക്കളും ഒക്കെ ഈ സന്ദർഭത്തിൽ അവരെയൊക്കെ പ്രയാസത്തോടെ ഓർക്കുകയാണ്. അവരൊക്കെ അവിടുത്തെ എല്ലാം ഇതിന് പിന്നാലെ നിന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വർഗീയതക്കെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയ ഒരു പ്രദേശത്തെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വമായിരുന്നു സഖാവ്. ആ സഖാവിനെയാണ് ബോധപൂർവം അരുംകൊല ചെയ്തത് ചെറിയ പ്രായത്തിൽ. ഇവിടെ മറ്റു പലരും ഡിവൈഎഫ്ഐയെയും CPM-നെയും ഒക്കെ അക്രമകാരികളെന്ന് ചിത്രീകരിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഈ നാട്ടിൽ വേട്ടയാടപ്പെടുന്നത് ഞങ്ങളാണ്, ഞങ്ങളുടെ സഖാക്കളെയാണ് ഏറ്റവും കൂടുതൽ ക്രൂരമായി കൊല ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു ഏറ്റവും അടുത്ത് വന്ന ഒരു വിധിയിലൂടെ വന്ന ഒരു ഉദാഹരണം കൂടിയാണിത്. അപ്പോൾ ഈ വിധിയെ സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും മാധ്യമങ്ങൾ BJP-യുടെ സംഘപരിവാരത്തിന്റെ ഈ കൊലപാതക രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കാൻ ഈ ഒരു അവസരം കൂടി ഉപയോഗപ്പെടുത്തണം. 7, 8, 9, 10 പ്രതികൾക്ക് എല്ലാ പ്രതികൾക്കും പിഴയും നൽകണം എന്നുള്ളതാണ്. പിന്നെ അതുകൂടാതെ 307, 143, 147, 341, 324, 307 എന്നീ വകുപ്പുകൾ പ്രകാരവും ഈ എല്ലാ പ്രതികൾക്കും ഈ ശിക്ഷ തന്നെ വിധിച്ചിട്ടുണ്ട്. അത് 143 വകുപ്പ് പ്രകാരം 6 മാസം തടവും, അതുപോലെ കഠിന തടവാണ്. 147 വകുപ്പ് പ്രകാരം 2 വർഷം കഠിന തടവും, അതുപോലെ 343 വകുപ്പ് പ്രകാരം 1 മാസം കഠിന തടവും, 324 വകുപ്പ് പ്രകാരം 3 വർഷം കഠിന തടവും ആണ് വിധിച്ചിരിക്കുന്നത്. അതുകൂടാതെ 1, 2, 4, 5, 6, 10 പ്രതികൾക്ക് 148 വകുപ്പ് പ്രകാരം 3 കൊല്ലം കഠിന തടവും വിധിച്ചിരിക്കുകയാണ്. അതുകൂടാതെ ഫൈനും ഉണ്ട്. അതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ കോടതിയിൽ നിന്ന് ഇപ്പോൾ ലൈഫ് ഇംപ്രിസൺമെൻറ്റ് കൊടുത്തിരിക്കുന്ന എല്ലാ പ്രതികൾക്കും 1 ലക്ഷം രൂപ വീതം നൽകണം എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. പിന്നെ 307 ഉണ്ട് 10,000 രൂപ വീതം പിഴ ആ 307 വകുപ്പിലും വിധിച്ചിട്ടുണ്ട്. അത് വ്യക്തമായില്ല, അത് നോക്കിയിട്ട് പറയണം. ഞാൻ വായിക്കുന്നത് കേട്ടില്ല. എല്ലാ പ്രതികളിലും 1,10,000 രൂപ വീതം ഓരോ പ്രതികളും 1 ലക്ഷം 302-ലും 10,000 രൂപ 307-ലും വരുന്ന രൂപത്തിലാണ് ഉള്ളത്. ഇല്ല, ഒന്നുമില്ല. ഇന്ന് ശിക്ഷ പറയുന്നതിന് വേണ്ടി മാത്രമാണ് ഇന്നത്തെ കേസ് മാറ്റി വെച്ചിരുന്നത്. അതുകൊണ്ട് നേരിട്ട് തന്നെ ശിക്ഷ വിധിക്കുന്ന നിലയിലാണ് ഉണ്ടായിരുന്നത്. ഒരു പരാമർശങ്ങളും ഇന്ന് നടത്തേണ്ടതില്ല. പരാമർശങ്ങളെല്ലാം തന്നെ ജഡ്ജ്മെന്റിൽ മിന്നാന്ന് നടത്തിയിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് കിട്ടും എങ്ങനെയാണ് ഈ ശിക്ഷ. ഇല്ല, ഈ ശിക്ഷയിലേക്ക് വന്നിരിക്കുന്നത് അതുണ്ടാവും. കോടതി പ്രതികൾ പറഞ്ഞിട്ടുണ്ടല്ലോ ശിക്ഷകൾ കുറച്ച് തരണം എന്ന് പറഞ്ഞതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് അത് കോടതി വിധി വ്യക്തമായി കണ്ടതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. കോടതിയിൽ ഓപ്പൺ കോർട്ടിൽ അത് സൂചിപ്പിച്ചിട്ടില്ല. അത് വിധിയിൽ മാത്രമേ പറയാറുള്ളൂ. ഉണ്ട്. വൈകി എന്നുള്ളത് സത്യം തന്നെയാണ്. വൈകിയത് നമുക്കൊരിക്കലും ഏതെങ്കിലും ഒരു സംവിധാനത്തെ മാത്രം കുറ്റപ്പെടുത്താനൊന്നും കഴിയില്ല. പൊതുവെ എൻ്റെ ഒരഭിപ്രായം, കുറച്ചു കാലം ഈ രംഗത്ത് നിൽക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എൻ്റെ അഭിപ്രായം, സർക്കാർ കുറച്ചും കൂടി നിയമ സംവിധാനത്തിന് അതിൻ്റെ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിന് കുറച്ചും കൂടി ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമുക്കറിയാം, ഇവിടെ തന്നെ ഉയർന്നു വരുന്ന കോടതിയും മറ്റ് ജില്ലകളിലെ പല കോടതികളും ഉയർന്നു വരുന്നുണ്ട്. LDF സർക്കാർ അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കുറച്ചും കൂടി നൽകിയാൽ മാത്രമേ ഈ വൈകുന്ന നീതി എപ്പോഴും നിഷേധിക്കുന്നതിന് തുല്യമായിരിക്കും. അത് ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇതിനകത്തും ഏതെങ്കിലും ഒരു പ്രത്യേക സംവിധാനത്തിൻ്റെ പുറത്തുള്ള ഒരു വൈകലായി നമുക്ക് കണ്ടുകൂടാ. ഇപ്പോഴാണ് എല്ലാ മർഡർ കേസുകളും എടുക്കുന്നൊരവസ്ഥയുണ്ടായിരുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു 2016 ശേഷമാണ് അത് കൂടുതൽ ലിസ്റ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നത്. പിന്നെ ഒരു 3 വർഷം നമ്മളെ കൊറോണ വന്നു, അങ്ങനെയുള്ളൊരു കാര്യം ഇതിനകത്തുണ്ടായി. ഏതായാലും വന്ന വിധി വൈകിയാണെങ്കിലും അവർക്ക് എല്ലാവർക്കും ഒരു ആശ്വസിക്കാൻ പറ്റുന്നത്, നമുക്കൊരിക്കലും ഒരു ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ജീവൻ നഷ്ടപ്പെടുത്തിയവരെ കൃത്യമായ നിയമ സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ
ശിക്ഷിക്കുന്ന ഒരു അവസ്ഥ അത് ഏറ്റവും നല്ല ഗുരുതരമായ രൂപത്തിൽ തന്നെ നൽകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഇതിനകത്ത് കാണേണ്ടത് 307 വകുപ്പ് പ്രകാരം 10 വർഷം കഠിന തടവ് കൂടി കൊടുക്കാൻ വേണ്ടി ഇതിനകത്ത് സാധിച്ചു. വിമൽ എന്ന് പറയുന്ന സാക്ഷിയെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം കൂടി ഉണ്ട് എന്നുള്ളതും കൂടി കോടതി ഇതിനകത്ത് കണ്ടെത്തുകയുണ്ടായിട്ടുണ്ട്. വധശിക്ഷ പ്രതീക്ഷിച്ചത് അവർക്ക് പ്രതീക്ഷിക്കാം. കാരണം അവർക്ക് നഷ്ടപ്പെട്ടത് ഒരു മകനാണ്. അവരെപ്പോഴും അങ്ങനെ പ്രതീക്ഷിക്കാൻ സാധ്യതയുള്ളൂ. പക്ഷേ നിയമത്തിൻ്റെ പരിധിയിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ ഒരിക്കലും അപൂർവമായിട്ടുള്ള ഒരു കേസെങ്കിൽ മാത്രമേ വധശിക്ഷ നൽകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു കേസാണ് എന്ന് ഒരു പ്രോസിക്യൂട്ടർ എന്നുള്ള നിലയിൽ ഈ കേസ് നടത്തിയ എനിക്ക് നിയമത്തിൻ്റെ ആ ഒരു പരിധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് പറയാനാവില്ല. നമുക്കും വേണമെങ്കിൽ അത് പ്രതീക്ഷിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അത് ഏതായാലും ജീവപര്യന്തം തന്നെ അതുകൂടാതെയുള്ള മറ്റ് കഠിന തടവുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു കോടതിക്ക് നൽകാൻ ഇത്തരം കേസുകളുടെ മൊത്തം പരിസ്ഥിതി എടുത്ത് പരിശോധിച്ച് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ല ശിക്ഷയായിട്ട് മാത്രമേ കാണാൻ വേണ്ടി കഴിയുകയുള്ളൂ. ഓക്കെ. പ്രോസിക്യൂട്ടറാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചത്. ശിക്ഷാവിധി വൈകിയെങ്കിലും പ്രതികൾക്ക് അർഹമായ ശിക്ഷ ലഭിച്ചു എന്നുള്ളത് തന്നെയാണ്, കുടുംബത്തിന് തൃപ്തമാകുന്നൊരു ശിക്ഷാവിധിയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ വിശദാംശങ്ങളാണ് പ്രോസിക്യൂട്ടർ മാധ്യമങ്ങളോട് പങ്കുവച്ചത്.